മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ അധ്വാനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ആ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങൾ പോകുന്ന വഴികളിലും ചെയ്യുന്ന കാര്യങ്ങളിലും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്, ഈശോനാഥൻ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട, എന്നിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. അതിനുശേഷം ഈശോ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ തോമാസ് ലീഹ ഈശോയോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ ഞങ്ങളെ സ്ഥലം എങ്ങനെ അറിയും? അപ്പോൾ ഈശോനാഥൻ തോമാസ് ലീഹായോട് പറയുകയാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. 3 കാര്യങ്ങളാണ് ഈശോനാഥൻ ഇവിടെ വെളിപ്പെടുത്തുക. ഒന്നിനെക്കുറിച്ചും ആകുലരാണ്ട, ഹൃദയം അസ്വസ്ഥമാകേണ്ട. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സന്തോഷം നിറഞ്ഞു നിൽക്കണമെന്നുള്ളതാണ് ഈശോയുടെ ഇഷ്ടം. ഏത് സഹനത്തിലും, ഏത് വേദനയിലും, ഏത് കഷ്ടപ്പാടിലും നമ്മളായിരിക്കുമ്പോഴും, കഷ്ടപ്പാടിൻ്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഹൃദയത്തിൽ അവിടുന്ന് സന്തോഷം തരും. ആ സന്തോഷത്തിൽ നമ്മൾ ജീവിക്കണം. ഒന്നിനെക്കുറിച്ചും അതുകൊണ്ട് ആകുലരാകേണ്ട. നിൻ്റെ കുടുംബത്തെക്കുറിച്ചോ, തകർച്ചകളെക്കുറിച്ചോ, വേദനകളെക്കുറിച്ചോ, കഷ്ടപ്പാടുകളെക്കുറിച്ചോ, ഇല്ലായ്മകളെക്കുറിച്ചോ, ദുരിതങ്ങളെക്കുറിച്ചോ ആകുലപ്പെടേണ്ട. ഇതിൻ്റെ നടുവിലും കർത്താവ് നിന്നെ കൈവിടുകയില്ല, നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ സന്തോഷം അനുഭവിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. അതുകൊണ്ട് ഹൃദയത്തെ അസ്വസ്ഥതപ്പെടുത്തണ്ട എന്ന് ഈശോനാഥൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. 2-മതായിട്ട് ഈശോനാഥൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്കുള്ള സ്ഥലമൊരുക്കുവാനായിട്ട് ഞാൻ പോവുകയാണ്. എവിടേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ നിത്യമായിട്ട് ജീവിക്കേണ്ടവരല്ല, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ സ്വർഗരാജ്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം. സ്വർഗത്തെ സ്വപ്നം കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? തോമസിനെ പോലെ എവിടേക്ക് നീ പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾ വഴിയറിയുമെന്ന് ചോദിച്ച് വഴിമുട്ടി നിൽക്കുന്നവരാണോ നമ്മൾ? എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നവരാണോ നമ്മൾ? നമ്മൾ പോകേണ്ടത് സ്വർഗത്തിലാണെന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. 3-മതായിട്ട് ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിൽ പോകാനുള്ള വഴി ഈശോയാണ്. ഈശോയിലൂടെ മാത്രമേ സ്വർഗത്തിൽ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോയെ സ്നേഹിക്കുന്നവർക്ക്, ഈശോയുടെ വചനമനുസരിക്കുന്നവർക്ക്, ഈശോയുടെ വഴിയിലൂടെ നടക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിൽ പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോയെ സ്നേഹിക്കാം, ഈശോയുടെ വചനമനുസരിക്കാം, ഈശോയുടെ വഴിയിലൂടെ നമുക്ക് നടക്കാം. അപ്പോൾ നമ്മൾ ആത്യന്തിക ലക്ഷ്യമായ സ്വർഗത്തിൽ എത്തിച്ചേരും. ഹൃദയം അസ്വസ്ഥതപ്പെടുത്തണ്ട. പോകേണ്ട വഴിയെക്കുറിച്ച് ബോധ്യമുണ്ടോ? സ്വർഗത്തിൽ പോകാനുള്ളവരാ, അത് ഈശോയിലൂടെ മാത്രമാണ്. ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൂടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ ഇല്ലായ്മകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാരത്തിൻ്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മയെല്ലാം നീങ്ങിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.